ഹലോ, വെൽക്കം ബാക്ക് ടു സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സാരഥി പോർട്ടലിൽ എങ്ങനെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതിനായി സാരഥി പോർട്ടലിലേക്കോ അല്ലെങ്കിൽ വാഹൻ പോർട്ടലിലേക്കോ പോവുക. ഞാൻ രണ്ട് പോർട്ടലിൻ്റെയും അഡ്രസ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ട് പോർട്ടലിലേക്കും എങ്ങനെ പോകാമെന്നുള്ളത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. രണ്ടിടത്തും ഈ കാണുന്ന പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിരിക്കും. സാരഥി ലിങ്കിൽ പോയാലും പരിവാഹനിൽ പോയാലും. ഞാൻ പരിവാഹൻ വെബ്സൈറ്റിൽ പോയിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. ഇവിടെ ഈ നോട്ടിഫിക്കേഷൻ പോപ്പപ്പിൽ സാരഥി QR കോഡിൻ്റെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്തും അതേ ലിങ്കിലേക്ക് പോകാവുന്നതാണ്. സാരഥി മൊബൈൽ നമ്പർ അപ്ഡേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. മൊബൈൽ നമ്പർ അപ്ഡേറ്റ്. ഇവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ സ്റ്റേറ്റ് ചോദിച്ചിരിക്കുന്നത് DL ഹോൾഡേഴ്സ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്. ലാസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇന്ത്യയിൽ ഏതൊരു സ്റ്റേറ്റിലും ചിലപ്പോൾ ജോലി സംബന്ധമായ ആവശ്യത്തിന് അല്ലെ വേറെ എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആവശ്യത്തിന് നിങ്ങൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, അല്ലെ എന്തിനെങ്കിലും പോകേണ്ടി വന്നിരുന്നാൽ. ഫോർ എക്സാമ്പിൾ, ആദ്യമായിട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തത് കേരളത്തിലാണെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് തമിഴ്നാട്ടിൽ പോകേണ്ടി വന്നാൽ അവിടെ വെച്ച് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പഴയതാവുകയും എക്സ്പയർ ആവുകയും നിങ്ങൾക്ക് പുതിയതെടുക്കണം, അതായത് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തമിഴ്നാട്ടിൽ വെച്ച് ചെയ്യാം. നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ പ്രോസസ്സ് എല്ലാം സെയിം ആണ്. സ്റ്റേറ്റിൻ്റെ അവിടെ കേരളത്തിന് പകരം തമിഴ്നാട് എടുത്താൽ മതി. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യുന്ന ഓപ്ഷൻ മാത്രമല്ല, ഡ്രൈവിംഗ് ലൈസൻസിൽ അഡ്രസ്സ് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പഴയ ലൈസൻസ് സ്മാർട്ട് കാർഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ കേരളത്തിന് പകരം വേറൊരു സ്റ്റേറ്റിലാണ് ഈ സർവീസ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ ഇഷ്യൂ ചെയ്ത ലൈസൻസ് തമിഴ്നാട്ടിലാണ് ലാസ്റ്റ് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നിങ്ങൾ തമിഴ്നാട് സ്റ്റേറ്റ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ തമിഴ്നാട് കൊടുക്കണം. കാരണം നമ്മുടെ ഡിജിറ്റൽ റെക്കോർഡ്സ് അവർക്ക് ഫെച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കേസിൽ ലാസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ് കേരളം തന്നെയാണ്. കാരണം ലാസ്റ്റ് കേരളത്തിലാണ് സ്മാർട്ട് കാർഡിന് വേണ്ടി അപേക്ഷിച്ചത്. സോ ആ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ കേരളം ചൂസ് ചെയ്യുന്നു. ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഒതൻറ്റിക്കേഷനുള്ള സ്ക്രീൻ വരും. അവിടെ നമ്മുടെ ആധാർ നമ്പർ കൊടുത്തിട്ട് OTP ജനറേറ്റ് ചെയ്യണം. വീണ്ടും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കായിരിക്കും OTP പോകുന്നത്. OTP കൊടുത്തതിന് ശേഷം ഈ കാണുന്ന ചെക്ക് ബോക്സുകൾ ടിക്ക് ചെയ്യണം. ഇത് പ്രത്യേകിച്ച് ഈ ഇൻഫർമേഷൻ വായിച്ചു നോക്കുക. ഇവിടെ 3 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് ഒതൻറ്റിക്കേറ്റ് ചെയ്യാനുള്ള റൈറ്റ് നമ്മൾ ഈ വെബ്സൈറ്റിന് കൊടുക്കുകയാണ്. നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിൽ നമുക്കൊരു ഒബ്ജക്ഷൻ ഇല്ല. സാരഥി വെബ്സൈറ്റിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന OTP മുഖാന്തരം ഒതൻറ്റിക്കേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള ഒരു നോ ഒബ്ജക്ഷൻ ഫ്രം അവർ സൈഡ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ഒതൻറ്റിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. ഒതൻറ്റിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കൻ്റ് നെയിം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോ ഉണ്ടായിരിക്കും, നമ്മുടെ വീടിൻ്റെ അഡ്രസ്സ് എല്ലാം ഫെച്ച് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം ഫെച്ച് ചെയ്യുന്നതിൻ്റെ കാരണം സ്മാർട്ട് കാർഡിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. കഴിഞ്ഞ വർഷം സ്മാർട്ട് കാർഡിന് വേണ്ടി അപേക്ഷിച്ചിരുന്നപ്പം ഫോട്ടോ, പിന്നെ നമ്മുടെ സിഗ്നേച്ചർ, അതേപോലെ തന്നെ ലൈസൻസിൻ്റെ ഫോട്ടോ, ആധാർ ഫോട്ടോ, ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് സ്മാർട്ട് കാർഡിന് വേണ്ടി അപേക്ഷിച്ചപ്പം അഡ്രസ് ഡീറ്റെയിൽസും എല്ലാം മെൻഷൻ ചെയ്തിരുന്നു. സോ അവരുടെ ഡിജിറ്റൽ റെക്കോർഡ്സിൽ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. സപ്പോസ് നിങ്ങളുടേത് സ്മാർട്ട് കാർഡ് അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ ഇൻ്റർഫേസ് ഡിസ്പ്ലേ ആകും എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. സോ എനിവേ നമ്മൾ ട്രൈ ചെയ്യുക ഇങ്ങനെ. പിന്നെ ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസ് എല്ലാം സ്മാർട്ട് ലൈസൻസ് തന്നെയാണ്. പഴയ ലൈസൻസ് വെച്ചിരിക്കുന്ന വ്യക്തികളുടേത് മാത്രമേ എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളൂ, ഈ ഇൻ്റർഫേസ് എങ്ങനെ വരുമെന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫർദർ വെരിഫൈ ചെയ്യുക. എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈസൻസ് ഹോൾഡർ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ലൈസൻസ് ഹോൾഡറിൻ്റെ നെയിം, ലൈസൻസ് നമ്പർ, ബർത്ത് ഡേറ്റ്, പിന്നെ എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പർ എന്നുള്ള ഒരു കോളത്തിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പർ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഹോം ബട്ടൺ പ്രസ് ചെയ്ത് സ്കിപ്പ് ചെയ്യാം. കാരണം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. പക്ഷേ അവിടെ എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പർ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി അതല്ല, പുതിയ ഒരു നമ്പർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക്
പുതിയ നമ്പർ എൻ്റർ ചെയ്യാനുള്ള കോളം വന്നിട്ടുണ്ട്. ന്യൂ നമ്പർ ആഡ് ചെയ്യുക, കൺഫേം, വീണ്ടും ഒന്നും കൂടെ അത് കൺഫേം ചെയ്തിട്ട് വീണ്ടും പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പുതിയ നമ്പർ കൊടുക്കുമ്പോഴും OTP ചെല്ലുന്നതായിരിക്കും ആ പുതിയ നമ്പറിലേക്ക്. OTP മെൻഷൻ ചെയ്ത് കഴിയുമ്പോൾ OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് വരും. പിന്നെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ലൈസൻസ് നമ്പർ. നിങ്ങളുടെ ലൈസൻസ് നമ്പർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. വിത്ത് മൊബൈൽ നമ്പർ ഇന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ആ സമയത്ത് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത മൊബൈലിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് സാരഥി പോർട്ടലിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. പിന്നെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പല ഫ്രോഡ് മെസ്സേജസ്, അതായത് SMS വഴിയും വാട്സപ്പ് വഴിയും ഫോൺ കോൾ വഴിയും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഡീല് ചെയ്യുക. OTP എന്ന് പറയുന്ന കാര്യം വേറെ ഒരാൾക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. അത് ഏത് ഗവൺമെൻറ് ഒഫീഷ്യൽ ആണെന്ന് പറഞ്ഞ് വിളിച്ചാലും, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസ് ചിലപ്പോൾ അവർ വാട്സപ്പിൽ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പോലീസ് യൂണിഫോമിലുള്ള ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്, അല്ലെങ്കിൽ മിലിറ്ററിയിലാണെന്ന് കാണിക്കുന്ന ഐഡൻറ്റിറ്റി കാർഡ്, ഇതൊക്കെ അയക്കും. ഇതിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, വേറൊരു വീഡിയോയിൽ കാണാം. Until next time, it's me, Stepping Stone, stepping out. Goodbye.